Hello everyone, welcome to our channel Learn English with Swati. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു PG പ്രൊജക്റ്റിൻ്റെ എക്സ്പീരിയൻസും അതുപോലെ എങ്ങനെയാണ് വൈവ ഹാൻഡിൽ ചെയ്യേണ്ടത്, പ്രൊജക്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, പ്രൊജക്റ്റ് നമ്മൾ തോക്കുന്ന സംഭവമാണോ, അതുപോലെ യൂണിവേഴ്സിറ്റിക്ക് ഇത് അയച്ചു കൊടുക്കുക, അങ്ങനെ ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളും നമ്മളതിൽ ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ട്. അത് കാണാത്തവർ ആ വീഡിയോ ഞാൻ പിൻ ചെയ്ത് വയ്ക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ. അപ്പോൾ കാണാത്തവർ എന്തായാലും പോയി കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് വേറൊരു വീഡിയോയിലോട്ടാണ്. പ്രൊജക്റ്റിന് പറ്റുന്ന ഒരു ടോപ്പിക്, അതായത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു 2 വർക്ക് തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് ഞാനൊരു പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റ് വർക്കായിട്ടുള്ള എവ്ലീന ബൈ ഫ്രാൻസിസ് ബെർനെ എന്ന് പറയുന്ന ആ ഒരു വർക്കിൽ ജെൻഡർ സ്റ്റഡീസ് എന്ന് പറയുന്ന തിയറിയാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എവ്ലീന എന്ന് പറയുന്ന വർക്ക് എന്താണ്, അതിൻ്റെ സമ്മറി എന്താണെന്നും അതുപോലെ എങ്ങനെയാണ് അതിലെ തിയറി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് തൊട്ട് എൻഡ് വരെയുള്ള പോർഷൻ നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റിൽ ഒരു തിയറി വെച്ച് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഒരു വർക്കിൽ എങ്ങനെയാണ് ഒരു തിയറി വെച്ച് അപ്ലൈ ചെയ്ത് എഴുതേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എവ്ലീന ബൈ ഫ്രാൻസിസ് ബെർനെ. എവ്ലീന എന്ന നോവലിൽ ഫ്രാൻസിസ് ബെർനെ നമ്മളെ ഒരു യങ് വുമണിൻ്റെ വേൾഡിലേക്ക് കൊണ്ടുപോവുകയാണ്. എവ്ലീന എന്ന പെൺകുട്ടി ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡ് ആണെന്നും സൊസൈറ്റി അവളെ അതുപോലെ കാണുന്നുവെന്നുമാണ് തുടക്കം. അവൾ വില്ലേജിൽ നിന്നുമുള്ള ഷൈ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ലണ്ടൻ എന്ന ഗ്ലാമറസ് സിറ്റിയിൽ എത്തിയ എവ്ലീന ധാരാളം ന്യൂ എക്സ്പീരിയൻസസ് കാണുന്നു. ബാൾസ്, കൺസേർട്സ്, അരിസ്റ്റോക്രാറ്റിക്സ് ഗ്യാതറിങ്സ്, ഇവയുടെ പിന്നിലെ ട്രൂത്ത് ഗ്രാജുവലി മനസ്സിലാക്കുകയാണ്. ക്യാപ്റ്റൻ മിർവാൻ എന്ന റൂട്ട് ക്യാരക്ടർ മിസ്സസ് മിർവാനെ പബ്ലിക്കിലേക്ക് ഇൻസൾട്ട് ചെയ്യുന്നു. എവ്ലീന ഷോക്കായി കാണുന്നു. എവ്ലീന സൈലൻസ് ഹിയർ ഷോസ് ഹെർ ഹെൽപ്ലെസ്നെസ് ഇൻ മെയിൽ ഡൊമിനേറ്റഡ് സ്പേസസ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എവ്ലീന എങ്ങനെയാണ് ഒരു വില്ലേജിൽ നിന്നും അവൾ ലണ്ടൻ എന്ന് പറയുന്ന ആ ഒരു സിറ്റിയിലോട്ട് പോയി അവൾ അനുഭവിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടും അവളുടെ ബിഹേവിയറിൽ വരുന്ന മാറ്റങ്ങളും, അതുപോലെ തന്നെ ഒരു മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റിയിൽ ഒരു വുമൺ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ജീവിക്കുന്നത് എന്നും നമുക്ക് ഈ നോവൽ നോക്കിയാൽ മനസ്സിലാകും. അതുപോലെ തന്നെ ഇതിൽ കുറേ അവൾക്ക് ആക്സെപ്റ്റബിൾ അല്ലാത്ത കുറേ സിറ്റുവേഷൻ നടന്നിട്ടും അവളത് ആക്സെപ്റ്റ് ചെയ്യപ്പെടേണ്ടി വരികയാണ്. നിർബന്ധപൂർവം ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്ന പലതരം സിറ്റുവേഷൻസ് നമുക്ക് കാണാൻ കഴിയും. അതിലൊന്നാണ് മാഡം ഡുവാലിൻ്റെ ട്രീറ്റ്മെൻറ്റ്. മെന്നാണ് അവിടെ അതോറിറ്റി ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ എവ്ലീന സൊസൈറ്റിയുടെ ഡബിൾ സ്റ്റാൻസ് മനസ്സിലാക്കുന്നു. വുമൺ ബോൾഡ് ആണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ആ ഒരു സൊസൈറ്റി വുമണിൻ്റെ ബോൾഡ്നെസ്സിനെ കാണുന്നത് ഒരു വൾഗാരിറ്റിയിലൂടെ, അല്ലെങ്കിൽ ഒരു വൾഗറായിട്ടാണ് അത് വിളിക്കപ്പെടുന്നത്. അതേപോലെ സർ ക്ലെമൻ വിലോങ്ബി എന്ന് പറയുന്ന ക്യാരക്ടർ അവളോട് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു അഡ്വാൻസ് എടുക്കുന്നുണ്ട്. എവ്ലീന അവിടെ പൊളൈറ്റ് ആയിട്ടാണ് അവനോട് പറയുന്നത്, നീ ഇങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ അവൾ അത് ഒഴിഞ്ഞു മാറി പോകുന്നത്. പക്ഷേ അവളോട് അത് ഫ്ലേർട്ട് ചെയ്യുന്ന തരത്തിലാണ് അവൻ ആക്ട് ചെയ്യുന്നെങ്കിൽ കൂടി അവളവിടെ പൊളൈറ്റ് ആയിട്ട് സംസാരിക്കാനുള്ള റീസൺ സൊസൈറ്റി അവളെ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് അങ്ങനെയുള്ള റെസ്പോണ്ടാണ് ഒരു വുമണിൽ നിന്ന് വേണ്ടത്. അവളെ എത്രത്തോളം ഹേർട്ട് ചെയ്യുന്ന തരത്തിലോ അവളുടെ ഒരു ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉയർന്നു വരികയാണെങ്കിൽ കൂടി അവൾ അവിടെ പൊളൈറ്റ്ലി മാത്രമേ സംസാരിക്കാൻ പാടൂ എന്നുള്ളതാണ് ഈ ഒരു ക്യാരക്ടറിന്റെ അനാലിസിസ് വഴി നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ അവൾ ഇങ്ങനെ പൊളൈറ്റ്ലി ആണ് ആ ഒരു നെഗറ്റീവായിട്ടുള്ള അയാളുടെ ഒരു ഫ്ലേർട്ടിങ്ങിൽ റെസ്പോണ്ട് ചെയ്യുന്നത് എങ്കിൽ കൂടി ആ ഒരു സൊസൈറ്റി അവളെ ലേബൽ ചെയ്യുന്നത് മിസ്ബിഹേവിയർ ആണ്, അവൾ ചെയ്തത് മിസ്ബിഹേവിങ് ആണ് എന്ന് ലേബൽ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത്, അവള് ലോവർ ക്ലാസ്സിനോടൊപ്പം ഡാൻസ് കളിക്കാൻ പോകുന്നുണ്ട്. ആ ഒരു നോവലിൻ്റെ ഒരു എൻഡിലായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ലോവർ ക്ലാസ്സിൻ്റെ ഒപ്പം ഡാൻസ് കളിക്കാൻ പോകുന്നത് ഒരു മിസ്ബിഹേവിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവളുടെ തന്നെ ഐഡന്റിറ്റിയെ
ക്വസ്റ്റ്യൻ ചെയ്യുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഒരു അപ്പർ ക്ലാസ്സിലുള്ള വുമൺ ഒരിക്കലും ഒരു ലോവർ ക്ലാസ്സിലുള്ള വുമണിനോടൊപ്പം ഡാൻസ് കളിക്കുവാനോ അവരോട് സംസാരിക്കുവാനോ പാടില്ല എന്നുള്ള ഒരു കാസ്റ്റ് സിസ്റ്റം കൂടി അവിടെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഒരു വുമൺ അങ്ങനെ ചെയ്യുമ്പോൾ അത് അവളുടെ ഐഡന്റിറ്റിയെ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ സർ ക്ലെമൻ വിലോങ്ബി എന്ന് പറയുന്ന ആള് അവളോട് ഫ്ലേർട്ട് ചെയ്തപ്പോൾ പോലും ഒരു സൊസൈറ്റിയും അവനെ എഗെയിൻസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവനെ നല്ല രീതിയിൽ പറയുകയും ഇവളാണ് മിസ്ബിഹേവിങ് എന്ന് പറയുന്ന ഒരു ടിപ്പിക്കൽ മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റിയാണ് ഈ ഓരോ സിറ്റുവേഷനിലും നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ എവ്ലീനയുടെ ഈ ഒരു നോവലിൽ നമുക്ക് ഫുള്ളായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എവ്ലീനയുടെ ജേണിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവളുടെ ഇമോഷണൽ ഗ്രോത്തിൻ്റെയും ഇന്റേണൽ കോൺഫ്ലിക്റ്റിൻ്റെയും അതേപോലെ കോൺസ്റ്റന്റ് സെൽഫ് കറക്ഷൻ ഷോ ഹൗ സൊസൈറ്റി ഷേപ്സ് എ വുമൺ ടു ഫിറ്റ് ഇറ്റ്സ് ഐഡിയൽ ഇമേജ്. എങ്ങനെയാണ് ഒരു സൊസൈറ്റി ഒരു വുമണിനെ പോർട്രേ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു വുമൺ ഇങ്ങനെ ആയിരിക്കണം, എന്ത് കാര്യം വന്നാലും അവർ ലോയൽ ആയിരിക്കണം, എന്താ പറയുക, ബോൾഡ്നെസ് കാണിക്കാൻ പാടില്ല, ലൊയാലിറ്റി ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ പൊളൈറ്റ് ആയിട്ടായിരിക്കണം സംസാരിക്കേണ്ടത്, വോയിസ് അത്രയും റൈസ് ആവാൻ പാടില്ല. അതുപോലെ നമ്മളിലോട്ട് വുമണിനോട്ട് എന്തൊക്കെ എഗെയിൻസ്റ്റ്മെന്റ് ആയിട്ടുള്ള അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്ത് കാര്യം വന്നാലും അവരത്രയും പൊളൈറ്റ് ആയിട്ട് മാത്രമേ ബിഹേവ് ചെയ്യാൻ പാടുള്ളൂ. അവർക്ക് അവരുടേതായിട്ടുള്ള ആർഗ്യുമെന്റ്സോ അവർക്ക് അവരുടേതായിട്ടുള്ള പോയിന്റ്സോ ഒന്നും തന്നെ ആ ഒരു മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റിയിൽ സംസാരിക്കാൻ പാടില്ല എന്നുള്ള ഒരു ടിപ്പിക്കൽ ട്രഡീഷണൽ വുമണിനെയാണ് ഇവിടെ എവ്ലീന എന്ന് പറയുന്ന ക്യാരക്ടറിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാണ് ഇതിലെ ഒരു സമ്മറി ആയിട്ട് പറയുന്നത്. ഇതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു സമ്മറിയിൽ തന്നെ പല പല സിറ്റുവേഷൻസും ഈ ഒരു മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റി എത്രത്തോളം മോശമായാണ് ഒരു വുമണിനെ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഒരു നോവലിൽ നമുക്ക് ജെൻഡർ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു തിയറി അപ്ലൈ ചെയ്താണ് നമ്മൾ ഇതിലെ ഓരോ സിറ്റുവേഷൻസും നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. എന്താണ് ജെൻഡർ സ്റ്റഡീസ്? അതല്ലേ നമുക്ക് നോക്കേണ്ടത്. Gender Studies is the perfect lens to analyze Evelina by Frances Burney. Gender Studies എന്ന് പറയുന്നത് society shapes and defines how genders are expected to behave. These roles are constructed, not natural. അതായത് ഒരു ജെൻഡറിനെ ഫീമെയിൽ ആയിക്കോട്ടെ മെയിൽ ആയിക്കോട്ടെ അല്ല അതർ ജെൻഡേഴ്സ് ആയിട്ടുള്ള ട്രാൻസ്ജെൻഡേഴ്സ്, ലെസ്ബിയൻ, വാട്ട് എവർ ഇറ്റ് ഈസ്, ആരോ ആയിക്കോട്ടെ ഏതൊരു ജെൻഡറിൻ്റെയും ബിഹേവിങ് ആയാലും ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും അത് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഒരിക്കലും ബയോളജിക്കലി അല്ല. അത് കൺസ്ട്രക്ട് ചെയ്യുന്നത് സൊസൈറ്റിയിലെ മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റിയാണ്. അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിയാണ് ഒരു ജെൻഡർ ഇങ്ങനെ സംസാരിക്കാൻ പാടൂ, ഇങ്ങനെ അവർ റിയാക്ട് ചെയ്യാൻ പാടൂ എന്നുള്ള ഒരു സ്റ്റീരിയോ ടിപ്പിക്കലായിട്ടുള്ള ഒരു പേഴ്സ്പെക്റ്റീവ് അല്ലെങ്കിൽ സ്റ്റീരിയോടിപ്പിക്കൽ കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്നത് സൊസൈറ്റി വഴിയാണ്. അതാണ് ഇവിടെ ജെൻഡർ സ്റ്റഡീസ് എന്നുള്ള തിയറി വെച്ച് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിലൂടെ പ്രൂവ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല പല സിറ്റുവേഷൻസ് നമുക്ക് ജെൻഡർ സ്റ്റഡീസ് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന പല സിറ്റുവേഷൻസും നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മൾ അവിടെ എങ്ങനെയാണ് ഈ ഒരു തിയറി അപ്ലൈ ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. ഈ ഒരു എവ്ലീന എന്ന് പറയുന്ന ഈ ഒരു നോവലിന് നമുക്ക് എവ്ലീനയെ പോർട്രേ ചെയ്യുന്നത് ഒരു സ്പീക്ക്ലെസ് ആയിട്ടുള്ള സ്മൈൽ മോർ, അതായത് സ്പീക്ക്ലെസ് ആണ്. അവൾ സംസാരിക്കാൻ പാടില്ല, അവൾ എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടി മാത്രമേ നിൽക്കാൻ പാടുകയുള്ളൂ. അതേപോലെ അവൾ ഒരിക്കലും ആർഗ്യൂ ചെയ്യാൻ പാടില്ല. അതുപോലെ അവൾ കൂടുതൽ അവൾ അവളുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് ഒന്നും പറയാൻ പാടില്ല എന്ന തരത്തിൽ കുറേ നോഷൻസ് അല്ലെങ്കിൽ ഒരു സ്റ്റീരിയോടിപ്പിക്കൽ നോഷൻസ് അവളുടെ മേലെ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ജനറേറ്റ് ചെയ്യപ്പെടുന്നത് ഏത് സിറ്റുവേഷനിലാണ് എന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിക്ക് നമുക്ക് പറയാം. സർ ക്ലെമൻ വിലോങ്ബി എന്ന് പറയുന്ന ആള് അവളുടെ മേലെ ഒരു അഡ്വാൻസ് അല്ലെങ്കിൽ ഒരു ഫ്ലേർട്ടിങ് നടത്തുന്നുണ്ട് അവളുമായിട്ട്. എന്നാൽ ആ ഒരു ഫ്ലേർട്ടിങ് മെയിലിന്
ഒരു നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ല കാര്യമായിട്ടും അല്ലെങ്കിൽ മെയിലിന് അതൊരു കുറ്റമായിട്ടുള്ള കാര്യമല്ല കാണിക്കുന്നത്. അവൻ്റെ ഒരു പവർ അല്ലെങ്കിൽ അവൻ്റെ ഒരു കഴിവാണ് അവിടെ കാണിക്കുന്നത്. എന്നാൽ ഒരു ഫീമെയിലിന് അത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് സ്ട്രോങ് ആയി ബോൾഡായിട്ട് പറയാതെ അവൾ അവിടെ പൊളൈറ്റായിട്ടാണ് അത് റിജക്റ്റ് ചെയ്ത് പോകുന്നത്. ആ ഒരു റിജക്റ്റിനെ കൂടി, ആ ഒരു പൊളൈറ്റ് റിജക്ഷനെ കൂടി സൊസൈറ്റി കാണുന്നത് ഒരു മിസ്ബിഹേവിങ് ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്താണ് ജെൻഡർ സ്റ്റഡീസ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേപോലെ ഫസ്റ്റ് തുടക്കത്തിൽ പറയുന്നുണ്ട് അവളൊരു ഇല്ലെജിറ്റിമേറ്റ് ഡോട്ടറാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവൾക്ക് കുറേ കല്യാണങ്ങൾ ഒഴിവായി പോകുന്നുണ്ട്. അതേപോലെ ഇല്ലെജിറ്റിമേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു കുട്ടിയോടുള്ള ഒരു അവജ്ഞ അല്ലെങ്കിൽ ഒരു ഇഗ്നോറൻസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ത്രൂ ഔട്ട് ദ നോവൽ. ഒരു മെയിൽ സപ്പോർട്ടഡ് ആയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫീമെയിലിന് ഒരു മെൻ എപ്പോഴും സപ്പോർട്ടീവായിട്ടുണ്ടാവണം. അല്ലാത്ത പക്ഷം അവളെ ഒരു മോശക്കാരിയായിട്ടാണ് നമ്മുടെ സൊസൈറ്റി ചിത്രീകരിക്കുന്നത്. അതുപോലെ ഇവിടെ എവ്ലീന എന്ന് പറയുന്ന ഒരു ഇല്ലെജിറ്റിമേറ്റ് ഡോട്ടറാണ്. അതുപോലെ തന്നെ അവളുടെ അച്ഛൻ അവളെ അംഗീകരിക്കാത്തടത്തോളം കാലം അവൾക്കൊരു മാരേജ് എന്ന് പറയുന്നത് സ്വപ്നം മാത്രമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അവൾക്ക് മാരേജ് കാര്യങ്ങൾ കിട്ടുന്നത് അവളുടെ അച്ഛൻ അവളെ ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ്. ഇവിടെയും നമുക്ക് മനസ്സിലാക്കാം ഒരു ഫീമെയിലിൻ്റെ ഐഡൻറ്റിറ്റിയോ ക്യാരക്ടറോ അല്ല മാരേജിനോ അല്ലെങ്കിൽ അവളുടെ ലൈഫിനോ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. മെയിൽ അവിടെ ഉണ്ടോ അല്ലെങ്കിൽ ഒരു ഫാദർ എന്ന് പറയുന്ന ഫിഗർ അവിടെ ഉണ്ടോ എങ്കിൽ മാത്രമേ ആ ഒരു ഡോട്ടറിനെ കല്യാണമോ ബാക്കിയുള്ള ലൈഫ് സ്റ്റൈലോ അല്ലെങ്കിൽ ബാക്കിയുള്ള ലൈഫ് അവൾക്ക് ജീവിക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് പോലും അവളുടെ ഫാദർ എന്ന് പറയുന്ന മെയിൽ ഫിഗറാണ്. ഓക്കെ, അത് കഴിഞ്ഞ് അവൾ ജീവിതത്തിന്റെ അടുത്തൊരു ഘട്ടത്തിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു മെയിൽ ഫിഗർ വേണം. അതായത് മാരേജ് എന്തായാലും ഒരു വുമൺ ചെയ്തിരിക്കണം എന്നുള്ള ആ ഒരു കൺസ്ട്രക്റ്റഡ് നോഷൻ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാരേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മെൻ അവളെ മാരേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവളുടെ ക്യാരക്ടറിന് പുറമെ അവൾ ഒരു ലീഗലായിട്ടുള്ള ഒരു ഡോട്ടർ ആയിരിക്കണം. അതായത് അവൾക്ക് ഒരു അച്ഛൻ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അവളെ കല്യാണം കഴിക്കുള്ളൂ എന്നുള്ള ഒരു സിറ്റുവേഷനും അവിടെ ഉണ്ടാവുന്നുണ്ട്. അതും നമുക്ക് എന്ത് ചെയ്യാം, ജെൻഡർ സ്റ്റഡീസ് എന്ന് പറയുന്ന തിയറി വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആ ഒരു വുമണിൻ്റെ ഒരു സിറ്റുവേഷൻ, അതായത് അവളുടെ ക്യാരക്ടറിനേക്കാൾ അവളുടെ ലൊയാലിറ്റിയേക്കാൾ അവളുടെ ബിഹേവിങ്ങിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവൾക്ക് സപ്പോർട്ടീവായിട്ടൊരു മെയിലുണ്ടോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവൾ ഇങ്ങനെ ആയിരിക്കണം, അവളുടെ നോഷൻസ് അല്ലെങ്കിൽ അവളുടെ ബിഹേവിങ് അവളുടെ ഇതെല്ലാം മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റിയാണ് കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിനെയൊക്കെയാണ് ഈ ഒരു നോവൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അതുപോലെ നെക്സ്റ്റ് ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് എവ്ലീനാസ് ഇൻഡിസിഷൻ ആൻഡ് ഗിൽറ്റ് ആഫ്റ്റർ ഗോയിങ് ടു ദി തിയേറ്റർ ഓർ മേക്കിംഗ് സ്മോൾ സോഷ്യൽ മിസ്റ്റേക്സ്. ദിസ് ഷോസ് ഇന്റേണലൈസ്ഡ് ജെൻഡർ നോംസ്. അതായത് ഒരു തിയേറ്ററിൽ പോയി കഴിഞ്ഞപ്പോൾ അവൾ ചെയ്യുന്ന ചെറിയ മിസ്റ്റേക്സ്. കാരണം ഇവിടെ വില്ലേജിൽ നിന്നാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവളൊരു സിറ്റിയിലോട്ട് വരുമ്പോൾ അവൾക്കറിയില്ല എങ്ങനെയാണ് തിയേറ്ററിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്നും അവൾക്കറിയില്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും അവളെ എന്ത് ചെയ്യുന്നുണ്ട്, ക്രൂവലായിട്ട് മീൻസ് അവളൊരു മിസ്ബിഹേവിങ് ആയിട്ട് മാത്രമാണ് അവളെ ട്രീറ്റ് ചെയ്യുന്നത്. അവളൊരു വില്ലേജിൽ നിന്ന് വന്ന കുട്ടിയാണ്, അവൾക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ ടൈം എടുക്കും എന്നുള്ള രീതിക്കല്ല അവിടെ സൊസൈറ്റി കാണുന്നത്. അവളെ എല്ലാ തരത്തിലും ബ്ലെയിം ചെയ്യുന്ന തരത്തിൽ മാത്രമാണ് കാണുന്നത്. ഇത് അവളുടെ ഇന്റേണലൈസ്ഡ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റിനെ കാണിക്കുന്നുണ്ട്. ഇവിടെയും നമുക്ക് ജെൻഡർ സ്റ്റഡീസ് അപ്ലൈ ചെയ്യാം. ഹെർ ജേർണി ഫ്രം സൈലൻസ് ടു subtle self-assertion is how gender roles are both resisted and internalized. അതായത് അവളുടെ ആ ഒരു സൈലൻസ് ജേണിയാണ് അവിടെ കാണിക്കുന്നത്. ജെൻഡർ എത്രത്തോളം അവളെ ഇന്റേണലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതായത് മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റി എത്രത്തോളം വുമണിനെ സപ്രസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അപ്രസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. Evelina represents how women are expected to be polite, passive, agreeable, and when they deviate, they are labeled spoiled, forward, immoral. Thus, gender is not just identity, it's performance under social pressure.
അതായത് ഒരു ജെൻഡറും ഒന്നിൻ്റെയും ഒരു ഐഡൻറ്റിറ്റി അല്ല. എങ്ങനെയാണോ അവരുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ് ഒരു സൊസൈറ്റിയിൽ അവർ എങ്ങനെയാണോ പെർഫോം ചെയ്യുന്നത്, അതാണ് അവരുടെ ഐഡൻറ്റിറ്റി. അല്ലാതെ ഒരു മെയിലായി ഒരു ഫീമെയിലായി എന്നതുകൊണ്ട് അവരുടെ ഐഡൻറ്റിറ്റി അവിടെ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി അവിടെ മാർക്ക് ചെയ്യപ്പെടുന്നില്ല. അവരുടെ പെർഫോമൻസ് എന്താണോ, അവരുടെ കഴിവ് എന്താണോ, അതാണ് അവിടെ മാറ്റുന്നത്, അല്ലെങ്കിൽ അതാണ് അവിടെ അവരുടെ ഐഡൻറ്റിറ്റി ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടത് എന്നാണ് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ കൺക്ലൂഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അതേപോലെ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ്. എന്താണ് പ്രൊജക്റ്റ്, ആ ഒരു വർക്കിൻ്റെ സമ്മറി പറഞ്ഞു, എങ്ങനെയാണ് തിയറി അപ്ലൈ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു PG പ്രൊജക്റ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു വർക്ക് മാത്രമായിട്ട് എടുത്തു കഴിഞ്ഞാൽ 60 പേജ് തികയ്ക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. കൂടുതൽ മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആവാൻ ചാൻസ് കമ്മി ആയതുകൊണ്ടാണ് പറയുന്നത്. അവൈലബിലിറ്റി കൂടുതൽ തോറും നമുക്ക് പ്രൊജക്റ്റ് 60 പേജ് തികയ്ക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു നോവലിൽ ടിപ്പിക്കലായിട്ട് 18th സെഞ്ച്വറിയുടെ ഒരു റിഫ്ലക്ഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്ട്രക്ചറിൽ നമ്മൾ എഴുതി പോരുവാണെന്നുണ്ടെങ്കിലും നമുക്കൊരു കമ്പാരിസൺ കമ്പയർ ചെയ്യാൻ വേറൊരു വർക്കുമായിട്ട് കമ്പയർ ചെയ്ത് ഈ ഒരു തിയറി അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പേജസ് തികയ്ക്കാനും കൂടുതൽ ഈസി ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഇതിൽ കമ്പയർ ചെയ്തിട്ടുള്ളത് ദ ഹെന്ന ആർട്ടിസ്റ്റ് ബൈ ആൽക്ക ജോഷി എന്ന് പറയുന്ന ഒരു വർക്കാണ്. ഇതിലുള്ള ഒരു ക്യാരക്ടറാണ് ലക്ഷ്മി. ആ ഒരു ലക്ഷ്മി എന്ന് പറയുന്ന ക്യാരക്ടറിനെയും എവ്ലീന എന്ന് പറയുന്ന ഈ നോവലിലെ ക്യാരക്ടറിനെയും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്ത് ഈ ഒരു ജെൻഡർ സ്റ്റഡീസ് എന്ന് പറയുന്ന തിയറി അപ്ലൈ ചെയ്ത പ്രൊജക്റ്റ് 16 പേജസ് ആക്കാൻ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അടുത്ത വരും വീഡിയോസിൽ നമ്മൾ എന്തായാലും ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ എന്തായാലും അതിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും എഴുതാം. അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ കമ്പയർ ചെയ്ത് എവ്ലീന എന്ന് പറയുന്നത് സൈലൻസ്ഡ് ആയിട്ടുള്ള വുമൺ ആണെന്നും ലക്ഷ്മി എന്ന് പറയുന്ന ബോൾഡായിട്ടും സെൽഫ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പോൾ അത് രണ്ടും കമ്പയർ ചെയ്തിട്ടും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പം ഞാൻ ഇനി അടുത്ത വീഡിയോ നമുക്ക് ദ ഹെന്ന ആർട്ടിസ്റ്റിലും ഇതേപോലെ സമ്മറിയും എങ്ങനെയാണ് തിയറി അപ്ലൈ ചെയ്യേണ്ടത്, അതിന് പറ്റുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്നുള്ളതും കൂടി നമ്മൾ മെൻഷൻ ചെയ്ത് അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഇങ്ങനത്തെ വീഡിയോസ് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും വർക്കിൻ്റെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് പറയുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എന്തായാലും നിങ്ങൾ കമൻ്റായിട്ട് പറയണം. എന്നാൽ മാത്രമേ എനിക്ക് അത് മനസ്സിലാവുള്ളൂ. ഞാനിങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് പോയിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയാൽ മാത്രമേ അതിൽ വലിയ കാര്യമോ അല്ലെങ്കിൽ അതിൽ വലിയ കാര്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയേണ്ടതാണ്. അതുപോലെ ഈ ഒരു നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഹെന്ന ആർട്ടിസ്റ്റ് സമ്മറി കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾ ഫസ്റ്റ് തൊട്ട് എൻഡ് വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് നന്ദിയുണ്ട്. കാരണം എന്നാൽ മാത്രമേ നിങ്ങൾക്കത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു, ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നാളെ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും കമൻസും കാര്യങ്ങളും ചെയ്യുന്നതിലൂടെ എനിക്ക് കുറച്ചുകൂടി സപ്പോർട്ടീവ് ആവുകയും നിങ്ങൾക്കത് ഇൻഫോർമേറ്റീവാണ്, നിങ്ങൾക്ക് ഈ ഒരു കണ്ടൻറ്റ് കൂടുതൽ നിങ്ങളിലോട്ട് വേണം എന്ന് തോന്നുകയും ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ എഫേർട്ട് ഇട്ട് നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം ഞാൻ ഡീമോട്ടിവേറ്റ് ആവുകയും അതിനനുസരിച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് കമ്മിയാവുകയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കമൻസും അതുപോലെ ലൈക്കും കമൻറ്റും കൂടുതലായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സബ്സ്ക്രിപ്ഷനും കൂടുതലായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ കൂടുതൽ മോട്ടിവേറ്റഡ് ആവുകയും ചെയ്യുന്നതായിരിക്കും. ഇത് ജസ്റ്റ് ഒരു പേഴ്സണൽ ഒരു റിക്വസ്റ്റ് എന്നുള്ള രീതിക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ നിങ്ങൾ എന്നെ കേൾക്കാൻ സഹായിച്ചതിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കേട്ടതിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.